ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിലെ പുതുമകളെയും പരിഷ്കാരത്തെയും ആഗ്രഹിക്കുന്നതായിട്ടുള്ള മികച്ച ലക്ഷ്യബോധവും വലിയ വലിയ ആഗ്രഹങ്ങളും ഉള്ളവരായിട്ടുള്ള അഭിമാനശീലരായിട്ടുള്ള മകം നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യ പരിപാലനത്തിലും എല്ലാം കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സൂര്യനാണെങ്കിൽ ഈ ഫെബ്രുവരി മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ രോഗസ്ഥാനമായിട്ടുള്ള 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതും രോഗസ്ഥാനാധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിലോ കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും അഷ്ടമഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടും ദൈനംദിന ജീവിതത്തിൽ ചില സമയങ്ങളിൽ അനാവശ്യമായിട്ട് വരുന്നതായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നത് കൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ ബുദ്ധിബലത്തോടു കൂടിയിട്ടും ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. കർമാധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിലോ മീനം രാശിയിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും അഷ്ടമാധിപനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം കർമ്മസംബന്ധമായിട്ട് കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. എന്നാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠന സംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധനാണെങ്കിൽ ഫെബ്രുവരി മാസം 11-ാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് നിവൃത്തി സ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും 5-ാം ഭാവാധിപനായിരിക്കുന്ന വ്യാഴമാണെങ്കിലോ 10-ാം ഭാവത്തിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള ശ്രേയസ്സിനും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട്. ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ്. കുടുംബപരമായിട്ടും ധനപരമായിട്ടും ചിന്തിക്കുമ്പോഴാണെങ്കിൽ കുടുംബാധിപതിയും 2-ാം ഭാവനാഥനുമായിരിക്കുന്നതായ ബുധനാണെങ്കിൽ ഫെബ്രുവരി മാസം 11-ാം തീയതി മുതൽ നിവൃത്തി സ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ധനസന്താനകാരകനായിട്ടുള്ള സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ 10-ാം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്ത് നിന്നുകൊണ്ട് 4-ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്തേക്ക് നോക്കുന്നത് കൊണ്ട് ധനപരമായിട്ടും കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ സാമ്പത്തികപരമായിട്ടും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്ന സമയമാണ്. ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ധനസ്ഥാനമായിട്ടുള്ള 2-ാം ഭാവത്തിൽ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും അഷ്ടമഭാവത്തിലാണെങ്കിലോ രാഹു നിൽക്കുന്നത് കൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ധനച്ചിലവിനും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ. പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും ഈ സമയത്ത് പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ചിങ്ങം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകം നക്ഷത്രക്കാർ ഈ സമയത്ത് നവഗ്രഹ ക്ഷേത്രത്തിലെ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്.